അടുത്തതായി നമുക്ക് പുണർദം നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു കാലമാണ്. തൊഴിൽ രംഗത്ത് പുതിയ പദവികൾ ലഭിക്കാനും സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കാനും ഇടയുണ്ട്. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുയോജ്യമാണ്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. സാമ്പത്തികമായി നില മെച്ചപ്പെടും. മുമ്പ് കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരത്തിനായി വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്തം വഴിപാടായി കഴിക്കുന്നതും അത്യുത്തമമാണ്. ഇനി പൂയം നക്ഷത്രക്കാരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ മാറ്റങ്ങളുടെ മാസമാണ്. കർമ്മരംഗത്ത് ചില വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൈവരും. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും അനുഗ്രഹത്താൽ പല തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വലിയ പുരോഗതിയുണ്ടാകും. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ കാണിക്കണം. വിശ്രമം കൃത്യമായി പാലിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ വന്ദിക്കുന്നതും നീരാജനം സമർപ്പിക്കുന്നതും തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. അടുത്തതായി നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ നോക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. മനസ്സിൽ വിചാരിച്ച പല കാര്യങ്ങളും നടക്കുമെങ്കിലും അല്പം പ്രയത്നം ആവശ്യമായി വരും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകാം. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കും. പണമിടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കണം. അപരിചിതരെ വിശ്വസിച്ച് പണം ഏൽപ്പിക്കരുത്. ദോഷഫലങ്ങൾ കുറയുന്നതിനായി സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും ആയില്യം പൂജയിൽ പങ്കുചേരുന്നതും ഐശ്വര്യം നൽകും. ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാവർക്കും ഈ മാസം ശുഭകരമാകട്ടെ. ബാക്കിയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.